ആ മീറ്റിംഗിലെ പൊതുവികാരമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ അന്വേഷണ ഏജൻസികളെ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം നടപടിയെ സംയുക്തമായി എതിർക്കണമെന്നുള്ള ധാരണയാണ് മീറ്റിംഗിലുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും അതിൽ അടിവരയിട്ട് പറഞ്ഞു. അത് അഖിലേഷ് യാദവ് തുടങ്ങി തേജസ്വി ഉൾപ്പെടെ എല്ലാ ആൾക്കാരും ആ ഒരു വികാരമാണ് പങ്കുവച്ചത്. അപ്പോൾ ഇനി മാസപ്പടി കേസിൽ കോൺഗ്രസ് വായ തുറക്കില്ല? അല്ല, മമതാ ബാനർജിയുടെ തീരുമാനം, മമതാ ബാനർജി അവരെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരം BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭരണപക്ഷം മാത്രമായാൽ പോരാ, പ്രതിപക്ഷവും കൂടി അവർക്ക് വേണം. ഏതൊരു പ്രതിപക്ഷ കക്ഷിയും ഭിന്നിപ്പിക്കാനും വിലക്കെടുക്കാനുമുള്ള ഒരു സാഹചര്യം സംജാതമാകുന്ന ഒരു രാഷ്ട്രീയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പശ്ചിമബംഗാളിൽ ഞങ്ങൾ ഒരു തമ്മിൽ പോരടിക്കുന്ന ആൾക്കാരാണ്. അത് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസും എല്ലാവരും കൊണ്ട് നിന്നിരുന്നെങ്കിൽ വേണം BJP തോൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സാഹചര്യം അതായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെയും സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കാമായിരുന്നില്ലേ എന്ന്. ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും മറുതെ അവിടെ കൊടുത്തിരുന്നില്ല. ഇപ്പോഴാണ് പാർട്ടി ഓഫീസുകൾ തുറന്നു കിട്ടിയത്.